ഈ നഗരത്തിരക്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഗ്രാമീണ സൗന്ദര്യം ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവുക, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പം ഈ ഗ്രാമം എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റും അവിടുത്തെ എന്താണ് പറയുക, അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ ഗ്രാമഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് പോകാനായി എറണാകുളം ജില്ലയിൽ ഒരിടമുണ്ട്. പ്രകൃതി ഭംഗി മുഴുവനായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒലിപ്പുറം എന്ന ദേശം. റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യ യാത്ര ഒലിപ്പുറത്തേക്കാണ്, ആ കാഴ്ചകളിലേക്ക്. ഒന്നും പറയാതെയുള്ള ഈ യാത്ര എങ്ങോട്ടെന്നല്ലേ? 1 മണിക്കൂർ നീണ്ട യാത്രയിലേക്കാണ്. ഇനി ഞാനല്ല, കാഴ്ചകൾ പറയട്ടെ. തിരക്കിൽ നിന്ന് കുറച്ചങ്ങു മാറണം, പിന്നെ അങ്ങോട്ട് കാഴ്ചകൾ മാറും. ഗ്രാമീണതയുടെ ഭംഗി ആവോളം ആസ്വദിക്കാനാകും. പറഞ്ഞു വരുന്നത് ഒലിപ്പുറത്തെക്കുറിച്ചാണ്. പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒലിപ്പുറത്തെക്കുറിച്ച്. നഗരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രാമീണത, അതാണ് ഒലിപ്പുറം, എറണാകുളം ജില്ലയുടെ നെല്ലറ. ഈ കാണുന്ന പാടങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട നാട്ടുകാരുടെ ഉപജീവന മാർഗവും. ഇവിടെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കുന്നവർ, അന്നു വേണ്ടുന്ന ആഹാരത്തിനായി നെട്ടോട്ടമോടുന്ന സാധാരണക്കാരായ മനുഷ്യർ. ഇവിടെ വന്നാൽ മനസ്സും ഒരുപോലെ ശാന്തമാകും. ഏക്കർ നെൽപ്പാടം, കൃഷി ഉപജീവനമാക്കിയ കുറെ നല്ല മനുഷ്യർ, വൈകുന്നേരങ്ങളിൽ താറാവുകളും മീൻ പിടിക്കാനെത്തുന്നവരും. അങ്ങനെ ഒലിപ്പുറം ഒളിപ്പിച്ചു വെക്കുന്ന കാഴ്ചകൾ ഓരോന്നോരോന്നായി പുറത്തുവരും. പിന്നെയും യാത്ര തുടർന്നു. കൂടെ കുറച്ചു മനുഷ്യരെയും കൂട്ടി. ഒലിപ്പുറത്തിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നറിയാൻ. ഇതിനിടയിൽ തന്റെ ഇരയെ ഉന്നം വെച്ചു നിന്ന ഒന്നിലേക്ക് ക്യാമറ കണ്ണുകൾ ഒന്നങ്ങുടക്കി. ഒടുവിൽ ചെന്നെത്തിയത് ഒരു മുത്തശ്ശി മരത്തിന്റെ മുൻപിൽ. മരത്തിന് പറയാനുണ്ടായിരുന്നു കഥകൾ ഏറെ. ഈ കാണുന്ന തകരമരത്തിനും ഈ ചുറ്റുവട്ടത്തിനും ഒരു ചരിത്രമുണ്ട്. ഏകദേശം 80 വർഷത്തെ പഴക്കമാണ് ഈ തകരമരത്തിനുള്ളത്. മൂലെ മ്യാലിൽ മാർക്കറ്റ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. 1970 മുതൽ ഒരു 95-96 കാലഘട്ടം വരെ ഇതൊരു വില്ലേജ് മാർക്കറ്റായിരുന്നു. ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു വില്ലേജ് മാർക്കറ്റ്. സിനിമാ ലൊക്കേഷനും കൂടിയാണ് ഒലിപ്പുറം. ഒലിപ്പുറത്തിന്റെ ഭംഗി കാണാൻ എത്തുന്നത് നിരവധി ആളുകളാണ്. ഒലിപ്പുറംകാർക്ക് പറയാനുള്ളത് സഞ്ചാരികൾക്ക് സ്വാഗതം. സൂര്യൻ അസ്തമിക്കാറായി. ഒലിപ്പുറത്തിന്റെ ഭംഗി കൂടി വന്നു.
ഒലിപ്പുറത്തിന്റെ ഭംഗി ഇങ്ങനെ മിനിറ്റുകൾ കൊണ്ട് കണ്ടു തീർക്കേണ്ടതല്ല, അത് വന്ന് ആസ്വദിക്കേണ്ടതാണ്. ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായും ഒലിപ്പുറത്തിലേക്ക് എത്താം. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ആൻമരിയ സണി, 24 കൊച്ചി. ഒലിപ്പുറം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മൾ ഈ മോർണിംഗ് വാക്കിന്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇവിടത്തേക്ക് ക്യാമറ തിരിച്ചാലും അവിടെ എല്ലാം അതിമനോഹരമായ ഫ്രെയിമുകളാണ്. അവിടുത്തെ ആ ഒരു കനാലുണ്ട്, അതോടൊപ്പം തന്നെ ആ പാടത്തൂടെ കടന്നു പോകുന്ന റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിലൂടെ ട്രെയിൻ പോകുന്ന സമയത്തൊക്കെയുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ക്യാമറ പേഴ്സൺ വിനിൽ കാശി അവിടുത്തെ സൂര്യോദയം പിടിക്കാൻ ഓടിയതും ആ പാടത്തേക്ക് മറിഞ്ഞു വീണതും ഒക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ളൊരു മലയാളിക്കുണ്ട്, ബംഗാളിയാണെന്ന് പറഞ്ഞ ക്രിസ്ത്യന ചെറിയാൻ, അതൊക്കെ പെട്ടെന്ന് ഒലിപ്പുറത്തെ ഓർമ്മകളായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്.